ഹലോ ഗൈസ്, ഞാൻ നൽകുന്ന ഇഡിയൻസിലാണ്. ഇഡിയൻസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനമെല്ലാം പോയി, ഞാൻ ഒന്ന് ഡെഡായി പോയി. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. കുറച്ച് ഡയമണ്ട് ആർമറും ടൂൾസ് എല്ലാം ഉണ്ടായിട്ടുള്ളൂ. എങ്കിൽ അതൊന്നും ആക്കാൻ വല്ല പണിയൊന്നുമില്ല. സ്പെക്ട്രോ ട്രേഡിങ് ഹാർഡെല്ലാം സെറ്റാക്കിയതിന് അതിൽ നിന്ന് ഒപ്പിച്ചാൽ മതി. അപ്പോൾ എൻ്റെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു വീടുണ്ടാക്കലാണ്. ഇതിപ്പോൾ സ്പോണിലാണുള്ളത്. ബേസിൽ പോയിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. രാത്രിയായി, ഒന്ന് കടന്നുറങ്ങട്ടെ. ഓക്കെ, രാവിലെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐലൻഡ്. ഇതാ മാപ്പിലൊക്കെ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇതുമാണ് നമ്മുടെ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള ഐലൻഡ്. ഇവിടെയാണ് മൊത്തം ഫാമിലുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ബിൽഡെല്ലാം വരണം അത്രേ. പിന്നെ ഇത് കണ്ട, ഇത് നാച്ചുറലായിട്ട് ജനറേറ്റ് ആയ സംഭവമാണ്. നല്ല രസമുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നോക്കണം. ഒരു സ്മൈൽ ഫേസ് വരും നാച്ചുറലായിട്ട് വന്ന്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഐലൻഡ്. ഇവിടെ ഇപ്പോൾ ഒരു വില്ലേജെല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഐലൻഡ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, സ്പെക്ട്രോൻ്റെ വീഡിയോ വരുന്നുണ്ട്, അതിലുണ്ടാവും. ഇവിടെ ഒരു ബ്രീഡർ ഉണ്ട്, അയൺ ഫാം ഉണ്ട്, പിന്നെന്താ ഒരു ട്രെയിനിങ് ഹാളുണ്ട്. അത്രയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഐലൻഡിൽ ഉള്ളത്. ഞാൻ ബേസ് ആക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തൊരു 2 ഐലൻഡ് ഉണ്ട്. അതൊന്ന് ഈ വില്ലേജിൻ്റെ ഈ ഒരു ഐലൻഡിൽ തന്നെയാണ്. അതായത് ഈ ഒരു ഏരിയയിൽ ഇത് ഞാൻ പോയി കാണിച്ചു. ഞാൻ അവിടെ ഹോം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ എത്ര വേണമെങ്കിലും ഹോം സെറ്റാക്കാം. അപ്പോൾ ഞാൻ ഇതിന് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം തീം ബേസ് എന്നാണ്. അത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ എത്തും. കണ്ട, ഇതാണ് ആ ഒരു സ്ഥലം. കടലിലേക്ക് ഒരു വ്യൂവും കടലിലേക്ക് ഒരു ടച്ചിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ബേസ് ആക്കാൻ. ഞാൻ ഇതുവരെ നമ്മുടെ ഈ ഒരു സീസണിലെ തീം പറഞ്ഞിട്ടില്ല അല്ലേ. ഈ ഒരു സീസണിലെ തീം എന്ന് വെച്ചാൽ കർഷകനാണ്. ആ ഒരു കർഷകൻ്റെ തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഫാമിങ്ങും കാര്യങ്ങളെല്ലാം ആയിരിക്കും ബേസിൽ മെയിനായിട്ട് ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ അല്ല ഞാൻ ഇന്നത്തെ സ്റ്റാർട്ടർ ഹൗസ് ഉണ്ടാക്കുന്നത്. ഇന്ന് സ്റ്റാർട്ടർ ഹൗസ് ഉണ്ടാക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഇവിടെ അല്ല ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ ഭാവിയിലുള്ള എപ്പിസോഡ്സിൽ എന്തെങ്കിലും ബിൽഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ക്ലൈം ചെയ്തിട്ടില്ല, ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊന്നെല്ലാം വെച്ചാൽ അതിലുണ്ട്. ഞാൻ ഇപ്പോൾ ബേസ് ആക്കാൻ പോകുന്ന ഐലൻഡിൽ പോയിട്ട് കാണിച്ചത്. അതിനും ഞാൻ ഹോം സെറ്റ് ചെയ്യുന്നു. ഹോം ബേസ് എന്നാണ് ഐലൻഡ് ബേസ് കൊടുത്തു. ഓക്കെ, ഇതാണ് ആ ഒരു ഐലൻഡ്. മാപ്പിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടാണ് ഈ ഒരു ഐലൻഡിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെ കുറച്ചധികം സാൻഡ് ഉണ്ടായിന്. സാൻഡിൽ ഞാൻ മൈൻഡ് ചെയ്ത് കളഞ്ഞിട്ട് എന്താ പറയുക, ഈ ഒരു ഇതെന്നാക്കി ഡെർട്ടുണ്ടാക്കി. ഇവിടെ കുറച്ച് ഡെർട്ട് ഉണ്ടായതിനാൽ ഞാൻ മൈൻഡ് ചെയ്ത് ഈ ഭാഗത്ത് ഒരു ലെവലാക്കിയിട്ടുണ്ട്. ഈ മല ഞാൻ ഇങ്ങനെ തന്നെ വെച്ച്, കാരണം എനിക്കൊരു വിൻഡ് മില്ലെല്ലാം സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു ഏരിയയിലായിട്ടായിട്ട് വിൻഡ് മില്ല് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ കുറച്ച് ഏരിയ ക്ലിയർ ആക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്കും കുറച്ചും കൂടി ക്ലിയർ ആയിട്ടൊരു ഏരിയ ഉണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ആക്കാൻ പോകുന്ന ബീസ് ഏകദേശം എന്താ ഇങ്ങനെ ഇരിക്കും. ഞാൻ ആ വീഡിയോ കണ്ട് ആ വീഡിയോയിലുള്ള പോലെ അല്ല ആക്കുന്നത്. ആ വീഡിയോ ഒന്ന് റെഫറൻസ് എടുത്തിട്ട് അതിൻ്റെ ഒരു രീതിയിലാണ് ആക്കുന്നത്. ഓക്കെ, വീഡിയോ കണ്ടിട്ടൊന്നുമില്ല, ആ ഒരു തംബ്നെയിലാണ് ഞാൻ നോക്കുന്നത്. തംബ്നെയിൽ നിന്ന് റെഫറൻസ് എടുത്ത് ഞാൻ എൻ്റെ രീതിയിലൊരു ബിൽഡ് സെറ്റാക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എവിടെയായിട്ട് ആ ബേസ് ഉണ്ടാക്കാമെന്നൊരു പ്ലാനില്ല. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയിട്ട് ആക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഏരിയയിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ഏരിയയിൽ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്ന രീതിയിലാക്കാം. ഇതെല്ലാം നോക്കിയിട്ട് ആക്കാം. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളോട് പറയാം ഈ ഒരു ഐലൻഡിനെ കുറിച്ചിട്ട്. ഈ ഐലൻഡ് ഞാൻ കടലിൻ്റെ ലെവലിലാക്കിയത്. കടലിൻ്റെ ലെവലിൽ നിന്ന് ഒരു ലെവൽ പൊക്കിയിട്ടാണ്. ഇവിടെ ഒരു മലയുണ്ട്. ഞാൻ ഈ മിക്കവാറും ഈ മലേൻ്റെ സൈസ് ഒന്ന് കൂട്ടും. അതായത് കുറച്ച് ബ്ലോക്ക് ഞാൻ മാപ്പ് കാണിച്ചു പറഞ്ഞതാണ്. ഇതിപ്പോൾ ഇവിടെ ഇത്രയും ഭാഗമേ മലയുള്ളൂ. എന്തെന്ന് വെച്ചാൽ കുറച്ച് ഭാഗം ഇങ്ങനെ ഒരു ബ്ലോക്ക് ഇട്ടിട്ട് ഇവിടെ മൊത്തം മലയാക്കാൻ ചാൻസ് ഉണ്ട്. വലുതല്ല, ഈ ഒരു ലെവലിൽ തന്നെ, പക്ഷെ കുറച്ച് വീതി കൂട്ടണം. അതല്ലേ പ്ലാനിങ് മാത്രമാണ്, ചിലപ്പോൾ ചെയ്യാനൊന്നും ചാൻസ് ഇല്ല. അത് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ ആയിട്ടൊരു ഫാം ഹൗസ്, സ്റ്റാർട്ടർ ഹൗസ്, അതിന് ഫാം ഹൗസ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ടൊരു വിൻഡ് മില്ല്, ആ വിൻഡ് മില്ലിന് ചുറ്റിനൊരു വീറ്റ് ഫാം, അങ്ങനെ തന്നെ ഓരോരോ ബിൽഡിൽ ചെയ്യണം. ഇപ്പം ഇത്രയാണ് എൻ്റെ മനസ്സിലുള്ളത്. പിന്നെ കുറച്ച് കസ്റ്റം ട്രീയും കൂടി അവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം. അതിൽ ഞാൻ വരുന്ന എപ്പിസോഡിൽ ചെയ്യാം. ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ സ്റ്റാർട്ടർ ഹൗസ്. അത് മിക്കവാറും ഞാൻ ഈ ഒരു ഏരിയയിൽ ആ ഒരു ഏരിയയിൽ അത് എവിടെ ഇങ്ങനെ ഞാൻ സെറ്റായിക്കോളും. പിന്നെ ഞാൻ ഇതിലൊരു മോബ് ഫാമും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അവിടെയും ഞാൻ ഹോം സെറ്റാക്കിയിട്ടുണ്ട്. ഹോം മോബ് ഫാം അടിച്ചാൽ അവിടെ പോയിക്കോളും. ഓക്കെ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് മോബ് ഫാമിൽ. മോബ് ഫാം ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മോഡഡ് സർവൈവലാണ്. അപ്പോൾ ഇതിൽ ഷോപ്പും സെല്ലും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ഈ ഒരു ലൂട്ടെല്ലാം എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന ഐറ്റംസ് എല്ലാം വിറ്റ് കഴിഞ്ഞാലും പൈസ കിട്ടും. ഇപ്പോൾ ഞാൻ
11 ബോൺ വിറ്റിട്ട് എനിക്ക് 16 റുപ്യ കിട്ടി. ഇപ്പം എൻ്റെ ഈ ഒരു സ്കോർ ബോർഡിൽ മണിയിൽ 33,000 ഉണ്ടെന്ന് കാണിക്കും. അത് മൊത്തവും എൻ്റെ അല്ല, സ്പെക്ട്രോൻ്റെ ആണ് കുറേ ഭാഗം. 15,000 മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. സ്പെക്ട്രം എനിക്ക് തന്നേന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം വിറ്റ് പൈസ ആക്കാൻ കഴിയും. അതിനാണ് ഞാൻ ഈ ഫാം സെറ്റ് ചെയ്തത്. ലൈവിലായിരുന്നു ഇതെല്ലാം സെറ്റ് ചെയ്തത്. അപ്പോൾ ലൈവെല്ലാം കാണുന്നവർക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടുന്ന് ആ വെള്ളത്തിൽ കറക്റ്റ് ചാടാൻ പറ്റൂ? ഇല്ല, കുഴപ്പമില്ല, കയ്യിലൊന്നും ഉണ്ടായില്ല. അപ്പോൾ നേരെ ബേസിലേക്ക് എത്തും. ഞാൻ ബേസിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വേറൊന്നും കാണിക്കാനില്ലാന്ന് തോന്നുന്നു. ഒരു ഫാമിങ്ങും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. കാരണം ഫാർമറാകുമ്പോൾ അതെല്ലാം എന്തായാലും വേണം. എവിടെ ആയിട്ട് ആ ബേസ് ഉണ്ടാക്കണം? ഈ ഒരു ഏരിയയിൽ തന്നെ ആക്കാൻ തോന്നുന്നു. ഈ ഒരു ഏരിയയിലാക്കിയിട്ട് സൈഡിലൊരു കസ്റ്റം ട്രീയിലും വെക്കാം. ഉണ്ടാക്കാൻ പോകുന്ന വീട് എങ്ങനെയാണെന്നല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. തമ്മിൽ മിക്കവാറും ഞാൻ അതിനേക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇപ്പം മരമൊന്നുമില്ല. ഞാൻ കസ്റ്റം മരം വെച്ചോളൂ, ഈ നാച്ചുറൽ മരം വെക്കുന്നില്ല. ആ വീട് ഉണ്ടാക്കാനുള്ള റിസോഴ്സെല്ലാം ഞാൻ ആദ്യമേ ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പെട്ടിയിലുള്ള ഇത്രയും സാധനങ്ങൾ മതി ആ ഒരു വീടുണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ആ വീടൊന്നും ഉണ്ടാക്കിയിട്ട് വരാം. ടൈം ലാപ്സ് ഒന്നും ഇടുന്നില്ല. ഞാൻ വീട് ഉണ്ടാക്കിയിട്ട് അതിനെക്കുറിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ അതിവിടെ വീടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡയമണ്ട് ആർമർ ടൂൾസും ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ വീട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഇതിലെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇങ്ങനെയാണ് ഹാള് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ പോയാൽ ബെഡ്റൂം. ബെഡ്റൂമിൻ്റെ ഒരു ബെഡ് എടുത്ത് ഞാൻ താഴെക്കൊണ്ട് ഇല്ല, കയ്യിലുണ്ട്. അതെടുത്ത് ഇവിടെ ഇട്ട ഇതാണ് ബെഡ്റൂം. ഒരു പെയിൻറ്റിങ്ങിൽ ഞാൻ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ബെഡ്റൂം. ഇനി ഇവിടുന്ന് നേരെ ഇറങ്ങി ഇവിടേക്ക് കയറിയാൽ ഇതൊരു ബാത്റൂമാണ്. കണ്ട, ഫ്ലഷെല്ലാം ഉണ്ട്, കിടന്ന ബാത്റൂമാണ്. ഇപ്പോൾ തടയും കണ്ട. ഓക്കെ, അപ്പോൾ അവിടുന്ന് നേരെ ഇവിടത്തേക്ക് ഇറങ്ങിയാൽ ഇതൊരു കിച്ചൺ. ഇത് ഞാൻ ഫ്രിഡ്ജാണ് ഉദ്ദേശിച്ചത്. ഇത് ഫ്രിഡ്ജ് പോലെ തന്നെ ഉണ്ട്. ഓക്കെ, പിന്നെയാണ് വേറൊരു സംഭവം. ഇത് താഴേക്ക് ഒരു ഏരിയ പോകുന്നുണ്ട്. അതെൻ്റെ സ്റ്റോറേജ് റൂമും പിന്നെ എൻ്റെ ഈ ഒരു ഐലൻഡിൻ്റെ മാപ്പും വെക്കാനുള്ളതെന്ന്. ഇതിപ്പം തന്നെ ഇവിടെ എൻ്റെ വീടെല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ഐലൻഡ് മൊത്തം ബിൽഡ് ചെയ്യണം എന്നാണ് എൻ്റെ ഇപ്പോഴുള്ളൊരു ഗോൾ എന്ന് പറയുന്നത്. ഈ ഒരു ഐലൻഡ് മാത്രം ബിൽഡ് ചെയ്താൽ പോരാ. സെർവറിന് ടാസ്ക് ഇപ്പം നിലവിലില്ല, എന്നാലും ടാസ്ക് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടാസ്കെല്ലാം ഇവിടെ ചെയ്യാൻ കഴിയില്ല. കുറച്ച് അത്യാവശ്യം ചെറിയ ഐലൻഡാണ്. അപ്പോൾ അതിൽ ഞാൻ മിക്കവാറും നമ്മുടെ ആ ഒരു വില്ലേജുള്ള ഐലൻഡിലായിരിക്കും ടാസ്ക് എല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സീസണിലെ മൊത്തം ടാസ്ക് എനിക്ക് എന്തായാലും കംപ്ലീറ്റ് ആക്കണം. ഈ ഒരു ഐലൻഡ് മൊത്തം ബിൽഡ് ചെയ്ത് നിറക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വീട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ ജസ്റ്റ് ഒരു വയ്യെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റോറേജ് അവിടെ സെറ്റാക്കിയതേ ഉള്ളൂ, ഒന്നും ഞാൻ താഴെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അതിൽ ഞാൻ മെല്ലെ ഓഫ് ക്യാമറയിൽ ചെയ്തോളൂ. ഇത്രയും ആക്കുമ്പോൾ തന്നെ ഞാൻ കുറേ സമയം കളിച്ചു. ഏകദേശം എനിക്കൊന്നൊരു 3 മണിക്കൂറോളം ഞാൻ കളിച്ചെന്ന് തോന്നുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ടൊരു കസ്റ്റം ട്രീ സെറ്റ് ചെയ്യണം. അതായത് ചെറിയ ബ്ലോസത്തിൻ്റെ ആ ഒരു ലീഫെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതാ ഇവിടെ ആയിട്ടൊരു വിൻഡ് മില്ലിൻ്റെ ബിൽഡിൽ ഞാൻ ഒരു ക്രിയേറ്റീവ് വേൾഡിലാക്കി സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതെന്തായാലും അടുത്ത എപ്പിസോഡിൽ തന്നെ സെറ്റ് ചെയ്യും. പിന്നെ ഈ ഒരു ഏരിയ മൊത്തം വീറ്റ് ഫാം ചെയ്യും. ഏകദേശം ഇവിടെ വരെ ചെയ്യും വീറ്റ് ഫാം. ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി ഇതിലേ ഇങ്ങനെ പോയിട്ട് ഇതാ ഏകദേശം ഇവിടെ എല്ലാം വരുമ്പോൾ എൻ്റെ ആവും ആ ഒരു വീറ്റ് ഫാം. ഇവിടുന്ന് എന്നിട്ട് ഇങ്ങനെ പിന്നെ ഒരു കറങ്ങി ഇങ്ങനെ ഒരു സർക്കിൾ രീതിയിലാണ് വീറ്റ് ഫാം സെറ്റ് ചെയ്യുക. ആ ഒരു വിൻഡ് മില്ലിന് ചുറ്റിനും കുറച്ച് ഏരിയയിൽ വീറ്റ് ഫാം ഉണ്ടാവും. പിന്നെ ഈ ഒരു ഏരിയയിലായിട്ട് ഞാൻ ഒരു വാച്ച് ടവർ പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്യും. അതാണ് ഇപ്പോൾ ഉള്ളൊരു പ്ലാന്. അടുത്ത എപ്പിസോഡിൽ തന്നെ ടവർ സെറ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. കസ്റ്റം ട്രീയും വിൻഡ് മില്ലും മാത്രമേ അടുത്ത എപ്പിസോഡിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിലടുത്ത എപ്പിസോഡിലെ പണി ഇപ്പോൾ ഞാൻ ഒന്ന് കടന്നുറങ്ങട്ടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ടാസ്ക് എല്ലാം വരും. ഇപ്പോൾ നിലവിലൊരു ടാസ്കും ഇല്ല, പക്ഷേ ടാസ്ക് എല്ലാം വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അടുത്ത് തന്നെ വരും. അപ്പോൾ ആ ഒരു ടാസ്കിന് പറ്റിയ വീടായിരിക്കും ഇത്, അല്ലെങ്കിൽ പിന്നെയും മോഡിഫിക്കേഷൻസ് എല്ലാം വരുത്തേണ്ടി വരും. അതിൽ ഞാൻ വരുന്ന എപ്പിസോഡിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.